ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 35. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠേത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹഃ. വിവർത്തനം: തെറ്റോടു കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യനിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ്. ഭാവാർത്ഥം: അന്യർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുകയല്ല, സ്വകർത്തവ്യങ്ങൾ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ നിറവേറ്റുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഒരാളുടെ മാനസികവും ശാരീരികവുമായ കഴിവിനു വിധേയമായും ത്രിഗുണങ്ങളുടെ സ്വാധീനത കൊണ്ടുമാണ് ഭൗതികമായ കർമ്മങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിനായി ആത്മീയ ഗുരു നിർദ്ദേശിക്കുന്നവയാണ് ആധ്യാത്മിക കർത്തവ്യങ്ങൾ. ഭൗതികമായാലും ആധ്യാത്മികമായാലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ തന്നെ മരണം വരെയും ഉറച്ചു നിൽക്കുന്നതാണ് മറ്റുള്ളവരെ അനുകരിക്കുന്നതിനേക്കാൾ നല്ലത്. ആധ്യാത്മിക രംഗത്തും ഭൗതിക തലത്തിലും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. ആധികാരികമായ നിർദ്ദേശത്തെ അനുസരിക്കുക എന്ന നിലപാടാണ് എപ്പോഴും കർമ്മം ചെയ്യുന്ന ആൾക്ക് നല്ലത്. ഭൗതികമായ പ്രകൃതി ഗുണങ്ങളുടെ മോഹവലയത്തിലായിരിക്കുമ്പോൾ പരിതസ്ഥിതിക്കനുസരിച്ച് വിധിക്കപ്പെട്ട നിയമങ്ങൾ നാം ഓരോരുത്തരും അനുസരിക്കുക തന്നെ വേണം. മറ്റുള്ളവരെ അനുകരിച്ചുകൂടാ. ഉദാഹരണമായി, ഒരു ബ്രാഹ്മണൻ സാത്വിക സ്വഭാവിയാകയാൽ ഹിംസാ തൽപരനല്ല. ക്ഷത്രിയനാകട്ടെ രജോ ഗുണ സ്വഭാവിയാണ്. അയാൾക്ക് ഹിംസ അനുവദനീയവുമാണ്. അങ്ങനെയിരിക്കെ ഒരു ക്ഷത്രിയന് അഹിംസാനിരതനായ ബ്രാഹ്മണനെ അനുകരിക്കുന്നതല്ല, ഹിംസയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പൊരുതി തോൽക്കുന്നതാണ് ഉത്തമം. ഓരോരുത്തരും പടിപടിയായിട്ടാണ് ഹൃദയശുദ്ധീകരണം ചെയ്യേണ്ടത്, പെട്ടെന്നല്ല. എന്നാൽ പ്രകൃതി ഗുണങ്ങൾക്കതീതനും തികച്ചും കൃഷ്ണാവബോധമാർന്നവനുമായാൽ ഒരാൾക്ക് വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശപ്രകാരം എന്തു വേണമെങ്കിലും ചെയ്യാം. കൃഷ്ണാവബോധത്തിന്റെ അത്യുന്നത അവസ്ഥയിൽ ക്ഷത്രിയൻ ബ്രാഹ്മണനെ പോലെയും ബ്രാഹ്മണൻ ക്ഷത്രിയനെ പോലെയും പ്രവർത്തിച്ചേക്കാം. അതീന്ദ്രിയ തലത്തിലായിരിക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ അവസ്ഥാഭേദങ്ങൾ ബാധകമല്ല. ഒരു ഉദാഹരണം: വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു, എങ്കിലും ഒടുവിൽ ബ്രാഹ്മണനെ പോലെ പ്രവർത്തിച്ചു. പരശുരാമനാകട്ടെ ബ്രാഹ്മണനായിരുന്നിട്ടും പിന്നീട് ക്ഷത്രിയ വൃത്തിയിലാണ് ഏർപ്പെട്ടത്. അതീന്ദ്രിയ നിലയിലായിരുന്നത് കൊണ്ട് അവർക്കങ്ങനെ ചെയ്യാം. പക്ഷേ ഭൗതിക തലത്തിലിരിക്കെ പ്രകൃതി ഗുണാനുസൃതമായി തന്നെ ഏതൊരാളും പ്രവർത്തിക്കണം. അതേസമയം കൃഷ്ണാവബോധം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വേണം. ശ്ലോകം 36. അർജുന ഉവാച: അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിതഃ. വിവർത്തനം: അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാൽക്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ഭാവാർത്ഥം: ജീവാത്മാവ് കൃഷ്ണന്റെ ഒരംശമെന്ന നിലയിൽ മൗലികമായി ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്നും മുക്തനുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല. എങ്കിലും പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്തെ യാതൊരു മടിയുമില്ലാതെ പല പാപങ്ങളും ചെയ്തു പോകുന്നു. ചിലപ്പോൾ തന്റെ ആഗ്രഹത്തിനെതിരായിരുന്നിട്ട് പോലും. ആ നിലയ്ക്ക് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനന്റെ ഈ ചോദ്യം ആശാവഹമാണ്. പാപം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും ചിലപ്പോഴത് ചെയ്യേണ്ടതായി വരുന്നു. എങ്കിലും അന്തര്യാമിയായ പരമാത്മാവിനാൽ പ്രചോദിതങ്ങളല്ല ആ ദുഷ്കർമ്മങ്ങൾ. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ മറ്റൊരു കാരണമാണ് അതിനു പിന്നിൽ.
ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.